സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഉരുളി അടുപ്പത്ത് വെക്കുക, ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒരു മെറൂൺ കളർ വരുന്ന സമയത്ത് അത് എടുക്കുക. കുറച്ച് സ്പൈസി അല്ല അതിലിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള നമുക്ക് അരിക്ക് വേണ്ടല്ല ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അരി കൈകിട്ടി അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 kg അളവാണ് അത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സി ജാറിൽ മസാലയ്ക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് അതൊന്ന് പേസ്റ്റ് പരുവത്തിലെടുക്കുക. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇന്ന് മസാല ഉണ്ടാക്കുക. അപ്പോൾ കട്ട് ചെയ്ത ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളി ഇട്ട് അപ്പോൾ പേസ്റ്റാക്കിയ മസാല ഒക്കെ ഇട്ട് ഉപ്പിട്ട് നമ്മൾ കുക്കറിൽ അത് 2 വിസിലിന് വരെ അടുപ്പത്ത് വെച്ചു. വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ചോറ് നോക്കുക. ചോറ് റെഡിയായി ഗൈസ്. അപ്പോൾ അടുത്ത് ചിക്കനൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി മസാല ഒക്കെ പെരുക്കി വെച്ചിന്. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു, കരിവേപ്പില ഇട്ടു. അപ്പം നമ്മൾ ഈ ചിക്കന് കിട്ടുന്ന മസാല എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ചിക്കൻ മസാല പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചിട്ടുള്ള ചിക്കനാണ് മസാല എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചും തിരിച്ചും കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അത് മറിച്ചും തിരിച്ചും കൊടുത്ത് അതൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് അത് നെയ്യിൽ നിന്ന് കോരി എടുത്തിട്ട് അപ്പം നമ്മൾ കുക്കറിലിട്ട് മസാല ഒക്കെ റെഡിയായി. അപ്പോൾ അതിന് വേണ്ടത് ഗരം മസാല, ചിക്കൻ മസാല, മല്ലിയില, കരിവേപ്പിലിട്ട് അതൊന്ന് മിക്സാക്കി ആ സമയം കൊണ്ട് നമ്മൾ ദമ്മിടേണ്ട ചോറൊക്കെ റെഡിയായി. അപ്പോൾ കുറച്ച് RKG ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മസാല ഒക്കെ അതിലിട്ട് ദമ്മിടാൻ ഇനി അടുത്ത പരിപാടി. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ദമ്മിട അധികം. അപ്പോൾ എന്താ വെച്ചാൽ ഫുള്ളും എല്ലായിടത്തിലും മസാല ഒക്കെ ആവില്ല, കുട്ടിയൊക്കെ ഒന്നും കഴിക്കാൻ പറ്റിക്കില്ലെങ്കിലോ. അപ്പം മല്ലിയില പൊരിച്ച് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ ശേഷം അങ്ങനെ ബിരിയാണി റെഡിയായി ഗൈസ്. ഇനി കഴിക്കേണ്ടേ വേണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നൈറ്റായിട്ട് ഉച്ചക്കുള്ള ഇതാണ്. അപ്പോൾ കുട്ടികളൊക്കെ കൊടുത്തിട്ട് അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ഗൈസ്.